Hello students, welcome to GST Part 23. Registration Procedure. CGST Rule 9 deals with verification of application and approval. The application shall be forwarded to the proper officer who shall examine the application and the accompanying documents. If the same is found to be in order, approve the grant of registration to the applicant within 3 working days from the date of submission of application. ഒരു പേഴ്സൺ രജിസ്ട്രേഷന് വേണ്ടി സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോമും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻസുമൊക്കെ പ്രോപ്പർ ഓഫീസർ വിശദമായി പരിശോധിക്കും. ആപ്ലിക്കേഷൻ ലഭിച്ച് 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ആപ്ലിക്കേഷനും അതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻസും കറക്റ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ പ്രോപ്പർ ഓഫീസർ രജിസ്ട്രേഷൻ കൊടുത്തിരിക്കണം. രജിസ്ട്രേഷന് വേണ്ടി സബ്മിറ്റ് ചെയ്ത ഫോമും മറ്റ് ഡോക്യുമെൻസും വെരിഫൈ ചെയ്തിട്ട് കറക്റ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ പ്രോപ്പർ ഓഫീസർ രജിസ്ട്രേഷൻ കൊടുത്തിരിക്കണം. ഇൻ കേസ് എ പേഴ്സൺ ഫെയിൽ ടു അണ്ടർഗോ ആധാർ ഒതൻറ്റിക്കേഷൻ, registration shall be granted only after physical verification of the principal place of business in the presence of the applicant, not later than 60 days from the date of application. റൂൾ 8 പ്രകാരം ഒരു പേഴ്സൺ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ആധാർ ഒതൻറ്റിക്കേഷൻ നിർബന്ധമാണ്. എന്നാൽ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന പേഴ്സൺ ആധാർ വെരിഫിക്കേഷന് റെഡിയാവുന്നില്ല എങ്കിൽ പ്രോപ്പർ ഓഫീസർ അയാളുടെ ഫിസിക്കൽ പ്ലേസ് ഓഫ് ബിസിനസ് ആപ്ലിക്കൻറ്റിൻ്റെ സാന്നിധ്യത്തിൽ വിസിറ്റ് ചെയ്യുകയും വെരിഫൈ ചെയ്യുകയും ചെയ്യണം. രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കിട്ടിയതിന് 60 ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്ത പേഴ്സന്റെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് പ്രോപ്പർ ഓഫീസർ വെരിഫൈ ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രമേ രജിസ്ട്രേഷൻ അനുവദിക്കാനായിട്ട് പാടുള്ളൂ. If the application is found to be deficient or proper officer requires clarification, he may issue a notice to the applicant electronically in form GST REG 03 within 3 working days from the date of submission of application. പേഴ്സൺ രജിസ്ട്രേഷന് വേണ്ടി സബ്മിറ്റ് ചെയ്ത ഫോമിൽ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് മിസ്സിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർ ഓഫീസർക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഫോം GST REG 03 എന്ന ഫോമിൽ പ്രോപ്പർ ഓഫീസർക്ക് ആപ്ലിക്കൻറ്റിനോട് ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെടാവുന്നതാണ്. ഇങ്ങനെ ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെടുന്നത്
ആപ്ലിക്കേഷൻ ലഭിച്ച് 3 ദിവസത്തിനുള്ളിൽ തന്നെ വേണം. പ്രോപ്പർ ഓഫീസർക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ആപ്ലിക്കൻറ്റിനോട് ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെടാവുന്നതാണ്. GST REG 03 എന്നുള്ള ഫോമിലാണ് ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെടാവുന്നത്. ആപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്രോപ്പർ ഓഫീസർ ആവശ്യപ്പെട്ടിരിക്കണം. The applicant shall furnish such clarification, information or document sought electronically in form GST REG 04 within 7 working days from the date of receipt of such notice. പ്രോപ്പർ ഓഫീസർ ആപ്ലിക്കൻറ്റിനോട് GST REG 03 ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ, ചിലപ്പോൾ ഡോക്യുമെന്റ്സ് ആയിരിക്കും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആപ്ലിക്കന്റ് GST REG 04 എന്ന ഫോമിലാണ് റിപ്ലൈ കൊടുക്കേണ്ടത്. ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രോപ്പർ ഓഫീസറുടെ നോട്ടീസ് GST REG 03 എന്നുള്ള ഫോമിലുള്ളത് റിസീവ് ചെയ്ത് 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ആപ്ലിക്കൻ്റ് GST REG 04 എന്ന ഫോമിൽ മറുപടി കൊടുത്തിരിക്കണം. If the proper officer is satisfied with the clarification or documents furnished by the applicant, he may approve the grant of registration to the applicant within 7 working days from the date of receipt of such a clarification or information or documents. GST REG 04 എന്ന ഫോമിൽ ആപ്ലിക്കൻ്റ് സബ്മിറ്റ് ചെയ്ത ക്ലാരിഫിക്കേഷൻ, ഇൻഫർമേഷൻ അഥവാ റിപ്ലൈ പ്രോപ്പർ ഓഫീസർ ആ ക്ലാരിഫിക്കേഷനിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈ ക്ലാരിഫിക്കേഷൻ റിസീവ് ചെയ്ത് 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്രോപ്പർ ഓഫീസർക്ക് ആപ്ലിക്കൻറ്റിന് രജിസ്ട്രേഷൻ കൊടുക്കാവുന്നതാണ്. ക്ലാരിഫിക്കേഷൻ റിസീവ് ചെയ്ത് 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്രോപ്പർ ഓഫീസർ സാറ്റിസ്ഫൈഡ് ആകുന്ന പക്ഷം രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യണം. If no reply is furnished by the applicant or where the proper officer is not satisfied with the clarification, information or documents furnished, he shall, for reasons to be recorded in writing, reject the application and inform the applicant electronically in form GST REG 05. ആപ്ലിക്കൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ക്ലാരിഫിക്കേഷൻ കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ആവശ്യപ്പെട്ട ഇൻഫർമേഷനോ ഡോക്യുമെൻസോ കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ലഭിച്ച റിപ്ലൈയിൽ പ്രോപ്പർ ഓഫീസർ സാറ്റിസ്ഫൈഡ് അല്ലാതിരിക്കുകയോ ചെയ്താൽ രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ പ്രോപ്പർ ഓഫീസർക്ക് റിജക്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്ന പക്ഷം പ്രോപ്പർ ഓഫീസർ എന്തുകൊണ്ടാണ് ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം റിട്ടേൺ ഫോമിൽ ആപ്ലിക്കൻറ്റിന് ഇലക്ട്രോണിക്കലായിട്ട് കൊടുക്കണം. അങ്ങനെ
ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തതിൻ്റെ കാരണം പ്രോപ്പർ ഓഫീസർ ആപ്ലിക്കൻറ്റിന് കൊടുക്കുന്നത് GST REG 05 എന്ന ഫോമിലാണ്. ആപ്ലിക്കൻ്റ് പ്രോപ്പർ ഓഫീസർ ആവശ്യപ്പെട്ട പ്രകാരം ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ആപ്ലിക്കൻ്റ് കൊടുത്ത റിപ്ലൈയിൽ പ്രോപ്പർ ഓഫീസർ സാറ്റിസ്ഫൈഡ് അല്ലാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനായിട്ട് പ്രോപ്പർ ഓഫീസർക്ക് അധികാരമുണ്ട്. പക്ഷേ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തതെന്നുള്ള കാര്യം GST REG 05 എന്ന ഫോമിൽ ആപ്ലിക്കൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. The application for grant of registration shall be deemed to have been approved if the proper officer failed to take any action within 3 working days from the date of submission of application, or within 7 working days from the date of receipt of clarification, information or documents furnished by the applicant. പ്രോപ്പർ ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി കറക്റ്റ് സമയത്ത് ചെയ്യാതിരുന്നാൽ അത് ഡീംഡ് രജിസ്ട്രേഷന് കാരണമാകുന്നു. ആപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്രോപ്പർ ഓഫീസർ ആ ആപ്ലിക്കേഷൻ്റെ മേൽ ഒരു ആക്ഷനും എടുത്തില്ല എങ്കിൽ രജിസ്ട്രേഷനുള്ള ആ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തതായിട്ട് കണക്കാക്കും. തൽഫലമായിട്ട് ആപ്ലിക്കൻറ്റിന് രജിസ്ട്രേഷൻ കിട്ടിയതായിട്ട് കണക്കാക്കും. അതുപോലെ തന്നെ ക്ലാരിഫിക്കേഷനും ഇൻഫർമേഷനും ഒക്കെ പ്രോപ്പർ ഓഫീസർ ആവശ്യപ്പെട്ട പ്രകാരം ആപ്ലിക്കൻ്റ് സബ്മിറ്റ് ചെയ്തു. എന്നാൽ പ്രോപ്പർ ഓഫീസറുടെ ഭാഗത്തു നിന്നും തുടർന്നുള്ള യാതൊരുവിധ കമ്മ്യൂണിക്കേഷൻസും ഉണ്ടായില്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ റിപ്ലൈ കിട്ടിയിട്ട് പ്രോപ്പർ ഓഫീസറുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ലെങ്കിൽ 7 വർക്കിംഗ് ഡേയ്സ് കഴിയുമ്പോൾ രജിസ്ട്രേഷനുള്ള ഈ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തതായിട്ട് കണക്കാക്കുകയും ആപ്ലിക്കൻറ്റിന് ഈ ക്ലാരിഫിക്കേഷൻ കൊടുത്ത് 7 വർക്കിംഗ് ഡേയ്സിന് ശേഷം രജിസ്ട്രേഷൻ കിട്ടിയതായിട്ട് കണക്കാക്കുകയും ചെയ്യും. Thank you for watching this video.